വെൽക്കം എവരിബഡി. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുടെ തേർഡ് സെമസ്റ്ററിലെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ് ലാബ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഈ സെഷനിൽ പ്രതിപാദിക്കുന്നത്. ഈ ലാബിൽ ബേസിക് ലോജിക് കേസിനെ പറ്റിയും കോമ്പിനേഷണൽ സർക്യൂട്ട്സിനെ പറ്റിയും സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിനെ പറ്റിയും ആണ് ലാബ് എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുവാനുള്ളത്. ഈ ലബോറട്ടറി എക്സ്പെരിമെൻറ്റുകളിൽ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ലബോറട്ടറി എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുന്നത്. വിവിധ തരത്തിലുള്ള ഡിജിറ്റൽ കിറ്റുകളെ പറ്റിയാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇതെല്ലാം തന്നെ വ്യത്യസ്ത വെബ്സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ള പിക്ചേഴ്സാണ്. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു 840 ടൈപ്പ് പോയിൻറ്റ്സ് വരുന്ന ഒരു സിംഗിൾ ബ്രെഡ് ബോർഡ് ആണ്. ഇതിൽ ടോപ്പിൽ ഹൊറിസോണ്ടലായിട്ട് വരുന്ന കണക്ഷൻസ് ആണ് ഈ ഇവിടെ ലൈനിൽ കാണുന്നത്. ഇവിടെയെല്ലാം വേർട്ടിക്കലായിട്ട് വരുന്ന കണക്ഷൻസ്, അതേപോലെ താഴെ ഹൊറിസോണ്ടൽ കണക്ഷൻസ് ആണ് ഇതിൽ കണ്ടുവരുന്നത്. ഈ ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷനുകളിൽ ടോപ്പിൽ വരുന്ന ഹൊറിസോണ്ടലിൽ ഈ തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ പോയിൻറ്റ്സുകൾ 5 വീതം വരുന്ന 5 പോയിന്റുകളെ ഇന്റേണലി കണക്റ്റഡ് ആണ് ഇതിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓൾ ഹോൾസ് ഇൻ ദ സെലക്റ്റഡ് റോ ആർ ഇന്റേണലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. 4 ഹൊറിസോണ്ടൽ സ്ട്രിപ്പുകളാണ് ഇവിടെ ഇതിൻ്റെ ടോപ്പ് സൈഡിൽ കാണുന്നത്. അതേപോലെ ബോട്ടം സൈഡിലും ഉണ്ടാവും. ഇവിടെ ഈ സെൻട്രൽ ചാനലിൻ്റെ ടോപ്പിലും ബോട്ടവുമായിട്ടുള്ള കോളംസ് ഒക്കെ തന്നെ വേർട്ടിക്കലി കണക്റ്റഡ് ആണ്. ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഓൾ ഹോൾസ് ഇൻ ദ സെലക്റ്റഡ് കോളം ആർ ഇന്റേണലി കണക്റ്റഡ്. ടോപ്പിലെ 5 ടൈപ്പ് പോയിന്റുകൾ മാത്രം കണക്റ്റഡ് ആണ്, അതിന് താഴത്തേക്ക് കണക്ഷൻ ഇല്ല. താഴത്തെ ടൈപ്പ് പോയിന്റ്സ് സെപ്പറേറ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ആണ് വരുന്നത്. എക്സ്പെരിമെന്റൽ ആവശ്യാർത്ഥം ഇത്തരം ബ്രെഡ് ബോർഡുകളിലാണ് സർക്യൂട്ടുകൾ ചെയ്യുന്നത്. അതേസമയം നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്താണെങ്കിൽ ഇത്തരം ബ്രെഡ് ബോർഡുകളല്ല ഉപയോഗിക്കുന്നത്. അവിടെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അഥവാ PCBയിൽ സോൾഡറിങ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് കമ്പോണൻസിനെ ഇന്റർകണക്ട് ചെയ്യുന്നത്. ഈ നമ്മുടെ ലാബുകളിൽ കണ്ടുവരുന്ന ഡിജിറ്റൽ ട്രെയിനർ കിറ്റിൻ്റെ ഒരു വ്യൂ ആണ് ഈ ഇതിൽ കാണിച്ചിരിക്കുന്നത്. കുറേ കൂടെ ക്ലിയർ ആയുള്ളൊരു പിക്ചറിൽ വ്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ 840 ടൈപ്പ് പോയിൻറ്റ്സിൻ്റെ 2 ബ്രെഡ് ബോർഡാണ് ഉപയോഗിക്കുന്നത്. ടോട്ടൽ 1680 ടൈപ്പ് പോയിൻറ്റ്സ് ആണ് ഈ ബ്രെഡ് ബോർഡിൽ വരുന്നത്. ഈ ബ്രെഡ് ബോർഡ് നമുക്ക് ഇത് കണക്ട് ചെയ്യുന്നതിന് ഒരു AC കോഡ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇന്റേണലി സർക്യൂട്ട് വർക്ക് ചെയ്യേണ്ടതായുള്ള വോൾട്ടേജും നമുക്ക് സർക്യൂട്ട് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുമ്പോൾ ആ ബ്രെഡ് ബോർഡിലേക്ക് കൊടുക്കേണ്ടതായ വോൾട്ടേജുകളുടെയൊക്കെ പവർ സപ്ലൈകൾ ഈ ഡിജിറ്റൽ ട്രെയിനർ കിറ്റിൻ്റെ ഇന്റേണലി ഇത് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഒരു പവർ സ്വിച്ച് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഓൺ ആൻഡ് ഓഫ് പൊസിഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓൺ ചെയ്യുന്നതോടൊപ്പം ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ, ഇവിടെ LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്ലോ ചെയ്യും. ഈ ഗ്ലോ ചെയ്യുന്ന അവസ്ഥയിൽ ഇതിൻ്റെ കിറ്റിൻ്റെ വേരിയസ് പോയിന്റ്സിൽ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജുകളൊക്കെ ഉണ്ടാവും. ഈ ബ്രെഡ് ബോർഡിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 840 ടൈപ്പ് പോയിൻറ്റ്സിൻ്റെ 2 ബോർഡാണെന്ന് നേരത്തെ പറഞ്ഞു. ഇതിൽ വരുന്ന പവർ അതായത് വോൾട്ടേജസ് ഒക്കെ വരുന്നത് ഒരെണ്ണം +5 വോൾട്ടും ഗ്രൗണ്ടും അടങ്ങുന്ന ടെർമിനലും, അതിലൊരു 2 ആംപിയർ റേഞ്ചിലാണ് അതിൻ്റെ കറണ്ട് കപ്പാസിറ്റി വരുന്നത്. ഇത് കൂടാതെ വരുന്നത് ഒരു +12 ഗ്രൗണ്ട് -12 വോൾട്ടേജുകൾ, അതിൻ്റെ കറണ്ട് കപ്പാസിറ്റി 500 മില്ലി ആംപിയർ കപ്പാസിറ്റിയിലാണ് അതിന് റേഞ്ച് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ +5 വോൾട്ട് ആൻഡ് ഗ്രൗണ്ട് പോയിന്റ് ഈ പോയിന്റുകളിൽ നിന്നാണ് കിട്ടുക. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സ്പ്രിംഗ് ടൈപ്പ് കണക്റ്റേഴ്സ് ആണ്. ഇത് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ സ്ട്രാൻഡ് വയേഴ്സ് അഥവാ ഹുക്കപ്പ് വയേഴ്സ് ഇതിൽ ഇൻസർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് ബോർഡിൻ്റെ ടൈപ്പ് പോയിന്റുകളിലേക്കോ മറ്റ്
കണക്ഷൻ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. +5 വോൾട്ടും ഗ്രൗണ്ടും എടുക്കുന്നതിന് വേണ്ടി ഇവിടെ പോയിന്റ്സ് ഉണ്ട്. ഈ സർക്യൂട്ടിൻ്റെ ബോർഡിൻ്റെ സൗകര്യാർത്ഥം മറ്റ് ചില സ്ഥലങ്ങളിലുമുണ്ട്. ഇവിടെ ഒരു 4 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേസ് ഇവിടെ കാണുന്നുണ്ട്. ഈ ഡിസ്പ്ലേയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു +5 വോൾട്ട് പോയിന്റ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഗ്രൗണ്ട് ടെർമിനൽ ഉണ്ട്. ഇതേപോലെ ടോപ്പിൽ ഒരു പവർ സോഴ്സസിൻ്റെ ഏരിയ ഇവിടെയുണ്ട്. ഇതിൻ്റെ ആദ്യം വരുന്ന 2 പോയിന്റുകളാണ് +5ഉം ഗ്രൗണ്ടും. അപ്പോൾ ഒന്നുകിൽ ഇവിടുന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കാം, അല്ലെങ്കിൽ ഈ 2 പോയിന്റുകളിൽ നിന്നായിട്ട് നമുക്ക് സപ്ലൈ എടുക്കാവുന്നതാണ്. ഇത് കൂടാതെ നേരത്തെ പറഞ്ഞ രീതിയിൽ 12 വോൾട്ട് ഒരു പ്ലസും മൈനസും അടങ്ങുന്ന ഒരു ഡുവൽ പവർ സപ്ലൈ സംവിധാനമാണ്. അവിടെ ഗ്രൗണ്ട് പോയിന്റ് വേറെ തന്നെയുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു 3 ടെർമിനൽ പോയിന്റ്സ് ആണ് ഇത് വരുന്നത്. 12 വോൾട്ട് മാത്രം ആവശ്യമുള്ള, +12 മാത്രം ആവശ്യമുള്ള ഒരു സർക്യൂട്ടിലേക്ക് +12ഉം ഗ്രൗണ്ടുമായിട്ടും ആ സർക്യൂട്ടിലേക്ക് കണക്ഷൻസ് എടുക്കാവുന്നതാണ്. നമുക്ക് ഡിജിറ്റൽ എക്സ്പെരിമെൻറ്റിലൊക്കെ തന്നെ നമുക്ക് ആവശ്യം വരുന്നത് +5 വോൾട്ടും ഗ്രൗണ്ടുമാണ്. ഈ വോൾട്ടേജുകളാണ് നമ്മൾ എക്സ്പെരിമെൻറ്റിലൊക്കെ തന്നെ ഉപയോഗിച്ച് വരുന്നത്. ഇത് കൂടാതെ IC ചിപ്പുകളുടെ ഇൻപുട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ലോജിക് സ്വിച്ചസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹൈ പൊസിഷനും ലോ പൊസിഷനുമാണ് ഈ സ്വിച്ചിൻ്റെ 2 പൊസിഷൻസ് വരുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സ്പെക്കിൽ 10 ലോജിക് സ്വിച്ചസ് ആണ്. ഈ 10 ലോജിക് സ്വിച്ചസ് കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള സ്പ്രിംഗ് ടൈപ്പ് കണക്റ്റേഴ്സ് അതിന് അടുത്ത് തന്നെ ഉണ്ട്. കൂടാതെ ഇതിൽ 10 ലോജിക് ലാംപ്സ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ലാമ്പ് മോണിറ്റേഴ്സ് ആയിട്ട് വരുന്ന LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ ഈ കാണുന്നത്. ഇത് കണക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയും സ്പ്രിംഗ് ടൈപ്പ് കണക്റ്റേഴ്സ് ഇൻഡിവിജ്വൽ LEDസിന് ഇൻഡിവിജ്വൽ കണക്റ്റേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്വിച്ചിനും. ഇതാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്. പിന്നെ നമുക്ക് ചില ചില ക്ലോക്ക് ജനറേറ്റേഴ്സ് പൾസസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതിലൊരെണ്ണം മോണോപൾസർ അറേഞ്ച്മെൻ്റ് ആണ്. മോണോപൾസർ എന്ന് പറയുന്ന ഏരിയ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഏരിയ ആണ്. നമുക്ക് ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്ന പൊസിഷനിൽ മാത്രം ഇവിടുത്തെ വോൾട്ടേജുകൾ വേരിയേഷൻസ് ഉണ്ടാവും. ഇതിലൊരു Q ആൻഡ് Q ബാർ ഉണ്ട്. സാധാരണ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് Qയിൽ വോൾട്ടേജ് ഉണ്ടാവുന്നത്. റിലീസ്ഡ് ആയ പൊസിഷനിൽ അവിടെ വോൾട്ടേജ് ഉണ്ടാവില്ല. Q ബാർ എന്ന് പറയുന്നത് Qൻ്റെ ഇൻവേർട്ടഡ് അറേഞ്ച്മെൻ്റ് ആണ് ഇതിൽ വരുന്നത്. ഇത് കൂടാതെ നമുക്ക് വ്യത്യസ്ത ഫ്രീക്വൻസിയിൽ പൾസുകൾ എടുക്കാവുന്ന ക്ലോക്ക് ജനറേറ്റേഴ്സ് ഉണ്ട്. 1 Hz to 1 MHz വരെയുള്ള വിവിധ പോയിന്റുകളുണ്ട്. അതിൽ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഈ ക്ലോക്ക് ജനറേറ്റർ ഏരിയ. അതിൽ കാണിച്ചിരിക്കുന്ന 1 Hz to 1 MHz വരെ വരുന്ന പോയിന്റ്സ്. ഇത് കൂടാതെ ഇതിൽ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേസ് വരുന്നുണ്ട്. ന്യൂമറിക് ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഈ ഏരിയയിൽ 4 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേസും ഈ കിറ്റുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ബ്രെഡ് ബോർഡിൻ്റെ വിവിധ അറേഞ്ച്മെൻറ്റ്സ് ആണ് കാണുന്നത്. നമുക്ക് സർക്യൂട്ടുകളിൽ ചെറിയ സർക്യൂട്ട് മുതൽ വലിയ വലിയ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വരെ ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിൽ ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്രെഡ് ബോർഡ്. ബ്രെഡ് ബോർഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന വ്യത്യസ്ത സർക്യൂട്ടുകളുടെ രീതിയാണ് ഈ വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. ബ്രെഡ് ബോർഡിനെ പറ്റിയും ഡിജിറ്റൽ IC ട്രെയിനറെ പറ്റിയുമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. താങ്ക് യു.